പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. യുഎഇയിലേക്കുള്ള വിദേശ തൊഴിലാളികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. ജോലി തേടി അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും മലയാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഈ നടപടി നിർത്തിവച്ചതിന് യുഎഇ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പ്രത്യേക നന്ദി തന്നെ അറിയിക്കാനുണ്ട്. ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളിൽ ഉടലെടുക്കുന്ന പ്രതിസന്ധികളെ പ്രതീക്ഷകളും ആത്മവിശ്വാസവും കൊണ്ട് നേരിടണമെന്ന് പ്രവാസി റീജിയണൽ വൈസ് പ്രസിഡന്റ് ജസീർ മട്ടന്നൂർ പറഞ്ഞു. പ്രവാസി സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനിവാര്യ സാഹചര്യങ്ങളിൽ നാട്ടിലേക്ക് തിരിച്ചു പോവേണ്ടി വരുന്നവർ സ്വന്തം നിലയ്ക്കോ പ്രവാസികൾക്ക് സർക്കാർ വഴി ലഭിക്കുന്ന ക്ഷേമ പദ്ധതികൾ അടക്കമുള്ളവ ഉപയോഗപ്പെടുത്തിയോ പ്രതിസന്ധിയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. പ്രവാസി പ്രസിഡന്റ് രാജു നായിഡു മുഖ്യപ്രഭാഷണം നടത്തി. ഇതര പ്രവർത്തനങ്ങൾക്കൊപ്പം സേവന പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുന്നതിലൂടെ മാത്രമേ പ്രവാസി കൂട്ടായ്മകൾക്ക് പ്രസക്തിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഷെരീഫ് കൊച്ചി, സയ്യിദ് ഹമദാനി എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് കൈകാര്യം ചെയ്തു. ജംഷാദ് കണ്ണൂർ, ഹാരിസ് കൊച്ചി, സലീം കണ്ണൂർ, അജീബ് കരീം, റിയാസ് ടി കെ, ഷമീം തൻസീം തുടങ്ങിയവർ നേതൃത്വം നൽകി. വനിതകൾക്കുള്ള പരിപാടികൾക്ക് സുനില, സലീം, സനീജ, സഗീർ, ഫാനിഷ്, ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയാളം കണ്ട ഏറ്റവും വലിയ വിശ്വപൗരൻ വി.കെ. കൃഷ്ണമേനോന് ലണ്ടനിൽ ഉചിതമായ ഒരു സ്മാരകം ഉയരുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറും പ്രതിരോധ മന്ത്രിയുമൊക്കെയായിരുന്നിട്ടും കൃഷ്ണമേനോന്റെ ഒരു പ്രതിമ പോലും ലണ്ടനിൽ ഉണ്ടായിരുന്നില്ല. പ്രവാസ ലോകത്തിന്റെ ശില്പികളായ റഫീഖ് റാവുത്തറും അനസുദ്ദീൻ അസീസിന്റെ നേതൃത്വത്തിലുമാണ് കൃഷ്ണമേനോന്റെ പ്രതിമ ലണ്ടനിൽ സ്ഥാപിക്കുന്നത്. ആർട്ടിസ്റ്റ് ഷെൽവരാജ് രൂപകൽപ്പന ചെയ്ത കൃഷ്ണമേനോന്റെ പ്രതിമ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ വെച്ച് അനാച്ഛാദനം ചെയ്തു. ലോകത്തിന്റെ നെറുകയിൽ തൊട്ടിട്ടും രാജ്യാന്തര സൗഹൃദങ്ങൾക്കും വിശ്വമാനവികതയ്ക്കും വലിയ വില കൽപ്പിക്കുന്ന വി.കെ. കൃഷ്ണമേനോൻ എന്ന മലയാളം കണ്ട ഏറ്റവും വലിയ മഹാൻ പ്രവാസ ലോകത്തിന്റെ അണിയറ ശില്പികളാൽ ആദരിക്കപ്പെട്ടു. യുദ്ധഭീഷണികളും വംശീയതയും പണ്ടത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന സമകാലിക ലോകത്തിൽ മേനോൻ ബാക്കി വെച്ചുപോയ സമത്വസുന്ദര സോഷ്യലിസ്റ്റ് ലോകക്രമത്തിന്റെ ചിന്തകൾക്ക് വീണ്ടും പുനരാഖ്യാനം നൽകുകയായിരുന്നു പ്രവാസ ലോകം പരിപാടിയുടെ കൂടി സംഘാടകരായ നസറുദ്ദീൻ അസീസിന്റെയും റഫീഖ് റാവുത്തറിന്റെയും ലക്ഷ്യം. ബ്രിട്ടനിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഹൈ കമ്മീഷണറും പിന്നീട് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രിയുമായിരുന്ന മേനോന് ലണ്ടനിൽ അദ്ദേഹത്തെ ആദരിക്കാനായി ഉചിതമായ ഒരു പ്രതിമ പോലുമില്ല. ലണ്ടനിൽ മനഃശാസ്ത്രത്തിലും പിന്നീട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഹരോൾഡ് ലാസ്കിയുടെ ശിഷ്യനുമായി പഠനം തുടർന്നു. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനെതിരെ സമരം നടക്കുമ്പോൾ ബ്രിട്ടന്റെ മണ്ണിൽ നിന്ന് ലണ്ടനിലെ പ്രശസ്തമായ ഹൈറ്റൽ പാർക്കിലെ പൊതുസ്ഥലത്ത് കൊളോണിയലിസത്തിനെതിരെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയും ആളെ കൂട്ടുകയായിരുന്നു മേനോൻ. ഒരിക്കൽ ടൈം മാഗസിൻ അഭിപ്രായപ്പെട്ടതുപോലെ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ വക്താവായിരുന്നു വി.കെ. കൃഷ്ണമേനോൻ എന്ന ഈ മലയാളി. എം.ആർ.ഡി. ദത്തിന്റെ ശിഷ്യനായ ആർട്ടിസ്റ്റ് സെൽവരാജ് തയ്യാറാക്കിയ മേനോന്റെ അർദ്ധകായ പ്രതിമ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലുള്ള കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ലണ്ടൻ പ്രതിനിധികൾക്ക് കൈമാറി. ലണ്ടനിലെ ഇന്ത്യൻ ഹൌസിനുള്ള ഹോൾഡ്ബോണിൽ മേനോൻ ദീർഘകാലം ഇന്ത്യൻ കമ്മീഷണറായി സേവനമനുഷ്ഠിച്ച കെട്ടിടത്തിലായിരിക്കും മേനോന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുക. മ്യൂസിയം, പോർട്ട്, ആർക്കിയോളജിക്കൽ വകുപ്പ് മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഏഷ്യൻ ലൈറ്റ് പൊളിറ്റിക്കൽ അഡ്വൈസറും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമായ പി.ടി. കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായ ചടങ്ങിൽ ഏഷ്യൻ ലൈറ്റ് മാനേജിംഗ് എഡിറ്റർ നസറുദ്ദീൻ അസീസ്, ലണ്ടനിലെ ബ്രിസ്റ്റോൾ ലബോറട്ടറി ഉടമ തെമ്പാലത്ത് രാമചന്ദ്രൻ, ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ
ഹരിദാസ് തെക്കേമുറി എന്നിവർ മേനോന്റെ പ്രതിമ ഏറ്റുവാങ്ങി. മ്യൂസിയം വകുപ്പ് മേധാവി കെ ഗംഗാധരൻ ആശംസകൾ അർപ്പിച്ചു. 18 വർഷമായിട്ട് ബഹ്റൈനിൽ കാണാതായ കനാറിന്റെ ഭാര്യ ദേവിക്ക് കുവൈറ്റിലെ ഗ്ലോബൽ ഇന്റർനാഷണൽ അവർ 25 വീടുകളാണ് വെച്ചു കൊടുക്കുന്നത്. അതിലൊരു വീട് ദേവിക്ക് കിട്ടിയിരിക്കുന്നു. 18 വർഷമായിട്ടും ദേവി കനാറിനെ കാണുന്നില്ലെങ്കിൽ കൂടി പ്രവാസ ലോകത്തിന്റെ ബാധ്യതയാണ്. 1700 കേസുകളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും ഒന്നാമത്തെ കേസിലുള്ള ദേവിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ആ പ്രോഗ്രാമിന്റെ ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ്. ആ വീടിന്റെ കീ CM തന്നെ കൊടുത്ത്. പ്രവാസ ലോകത്തിന്റെ തുടക്കത്തിൽ അവതരിപ്പിച്ച വടകര മേപ്പയ്യൂർ സ്വദേശി കരുണാകരന്റെ കുടുംബത്തിന് കുവൈറ്റിലെ ഗ്ലോബൽ ഇന്റർനാഷണൽ ജനറൽ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനിയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് നടപ്പാക്കുന്ന പാർപ്പിട പദ്ധതിയിൽ വീട് വെച്ചു നൽകിയതിന്റെ താക്കോൽ ദാനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു നൽകുവാൻ 5 ലക്ഷം രൂപയാണ് കമ്പനി നൽകിയത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രവാസ ലോകത്തിലൂടെ സംപ്രേഷണം ചെയ്ത് റമിതയുടെ ഭർത്താവ് അഭിലാഷ് വീടുമായി ബന്ധപ്പെടാത്തതിനെ കുറിച്ചുള്ള വിഷയം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. പിന്നെ വീട്ടിൽ നിന്ന് കുറെ കാശ് കടിച്ചു കൊടുത്തു. എന്നിട്ട് മോളെ ഇടയ്ക്ക് വിളിക്കുന്നില്ലല്ലോ ആള്. പിന്നെ എന്തിനാള് നമുക്ക് വേണം അല്ലേ? എനിക്ക് എന്റെ വീടും വേണം, എന്റെ ഭർത്താവ്. പിന്നെ എന്നോട് പറഞ്ഞു എനിക്ക് പിന്നെ ഫോറിൻ സാധനങ്ങളൊന്നും വേണ്ടമ്മേ, ഒന്ന് കണ്ടാ മതി. അഭിലാഷ് ഞങ്ങളുടെ കുവൈറ്റ് പ്രതിനിധി തോമസ് മാത്യുവുമായി സംസാരിച്ചു. അതിന്റെ വിശദ വിവരങ്ങളാണ് ഇനി. ഈ വിഷയം നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശാരീരിക പ്രശ്നമുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഡയബറ്റിക് ആണെന്നൊക്കെ പറയുന്നു. നിങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഈ കുട്ടിയുടെ ഈ വിവാഹവും അതിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാനാണ്? സാറേ, ഞാൻ ആ കുട്ടിയെ നോക്കണതൊക്കെ എനിക്ക് സമ്മതം തന്നെയാണ്. വേറെ പ്രശ്നമൊന്നും എൻ്റെ ഭാഗത്തുനിന്നില്ല. പിന്നെ ഞാൻ അവരിൽ നിന്ന് വാങ്ങിയെന്ന് പറയുന്ന പൈസയുടെ കാര്യം ഞാൻ അവരെ എനിക്ക് 2014 2013 ആണെന്ന് തോന്നുന്നു. അവരെനിക്ക് ബാങ്കിലെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. 50,000 രൂപ വെച്ച് ഒരു ഡേറ്റിൽ തന്നെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. എത്ര കാശുണ്ടായിരുന്നു? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ അത് ഇട്ടിട്ടുണ്ട്. അത് എൻ്റെ അതിനുള്ള രേഖ എൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ അത് തിരിച്ചു കൊടുക്കാൻ ഇപ്പോൾ അവർ 2.5 ലക്ഷം രൂപ ആണെന്നാണ് പറയുന്നത്. ഇല്ല സാറേ, അത് ഞാൻ വാങ്ങിയിട്ടില്ല. ഇല്ല, അത് ഞാൻ വാങ്ങിയിട്ടില്ല. 2 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല. ഓക്കെ, ഇത് എങ്ങനെയാണ് ഈ പൈസ നിങ്ങൾ തിരിച്ചടയ്ക്കാനായിട്ട് പോകുന്നത്? ഞാൻ തിരിച്ചടയ്ക്കാൻ മാസം തോറും എനിക്കിപ്പോൾ ഇവിടെ ശമ്പളം കുറവാണ്. ഞാൻ വീട്ടിലെ ഡ്രൈവറായിട്ടാണ് നിൽക്കുന്നത് സാറേ. അപ്പം മാസം ഞാൻ ഒരു 10,000 രൂപ വെച്ച് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 10,000 കൊടുത്ത് തയ്യാറാണ്? തയ്യാറാണ്. എന്നിട്ട് പിന്നെ ഈ കുട്ടികളെ നിങ്ങൾ ഭാവിയിൽ ഈ ജീവിതം എങ്ങനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന തുക തന്നെ തീർന്നെങ്കിൽ ഏകദേശം ഒരു 1.5 വർഷം തന്നെ എടുക്കും. അതും കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിപ്പോൾ അറിയാൻ സാറേ, എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി എപ്പോൾ നാട്ടിൽ പോകും അപ്പോഴാ കുട്ടി എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കൂടെ അവർ വിടാൻ തയ്യാറാണ്. ഞാൻ അവരെ വീട്ടിൽ പോകില്ല. അവരെ വീടും അതുമായിട്ടൊന്നും എനിക്കൊരു ബന്ധം വേണ്ട. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ എവിടെയെങ്കിലും ഒരു വീട് സ്ഥലം കൂടെ മേടിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കഴിക്കുമോ. ആ കുടുംബമായിട്ട് കഴിയാനൊക്കെ കൊച്ചിന് തനിയെ കഴിയാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും കൊച്ചിന്. അതൊക്കെ അവരെൻ്റെ ഒന്ന് മറച്ചു വെച്ചിട്ടാണ്. പക്ഷെ അതാണെങ്കിലും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്? അത് അങ്ങനെയായിരുന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ നോക്കാൻ തയ്യാറാണ്. നേരത്തെ കുഞ്ഞുനാളിലെ കൊച്ച് അങ്ങനെ ആയിരുന്നു. വിവാഹത്തിലും പിന്നെ മാനസികമായിട്ട് കുറച്ച് ആദ്യം കല്യാണം കഴിച്ച ആ ആള് തന്നെ മാനസികമായിട്ട് ഒരുപാട് ആ കൊച്ചിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നം ആ കൊച്ചിനുണ്ട്. അല്ല പിന്നെ എനിക്ക് ആ കൊച്ചിൻ്റെ അടുത്തൊന്നും ഒരു വിരോധമില്ല സാറേ. ഞാൻ അങ്ങനെയൊന്നും നോക്കുന്നില്ല. ഞാൻ നോക്കാൻ തയ്യാറ് തന്നെയാണ്. അതിനി പക്ഷെ ഞാൻ എനിക്ക് അവരെ വീടും വേണ്ട, ഒന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട. ഈ വാങ്ങിയ പൈസ എനിക്ക് അവരെ ഇനി തരാമെന്ന് പറഞ്ഞിരുന്നാൽ എനിക്ക് വേണ്ട, ഒന്നും വേണ്ട സാറേ. എന്നെ കൊണ്ട് ജോലി ചെയ്യാൻ എനിക്ക് ദൈവം ജോലി ഇനിയും ചെയ്യാനുള്ള ആരോഗ്യം വരവും തന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ നോക്കാം. അത് ഞാൻ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ട്. എനിക്ക് അതൊന്നും പറയാനൊന്നും ഞാൻ ഓടി നടന്ന് കല്യാണം കഴിച്ചെന്നല്ല. ശരിയാ, ഇത് ഞാൻ എൻ്റെ കല്യാണ വീരനാണെന്നാണ് അവരിപ്പോ പറയുന്നത്. ഞാൻ ഒരു കല്യാണ വീരനാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കൂടെ കഴിയാൻ വേണ്ടി തന്നെയാണ് ആ കൊച്ചിന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് പറയണം സാറേ. കൂടെ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഗ്ലാമർ അനുസരിച്ചും ആ പെണ്ണിന്റെ ഞാൻ ഇപ്പൊ കെട്ടിയ പെണ്ണിന്റെ ഗ്ലാമർ അനുസരിച്ചും ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് അവളും. അമ്മയെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതിൻ്റെതായ എൻ്റെ അമ്മയുടെ അതേ ഗ്ലാമർ തന്നെയാണ് ആ കൊച്ചിനുള്ളത്.
സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ നോക്കാനും ഭാവിയെ സംരക്ഷിക്കാനും തയ്യാറാണ്. പക്ഷേ ഈ പറഞ്ഞ സാമ്പത്തികം നിങ്ങൾ 10,000 രൂപ വെച്ച് മാസം അടച്ച് ഞാൻ വാങ്ങിയ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ സാറേ വേറെ ഒന്നുണ്ട്. ഞാൻ അവരുടെ നാട്ടിൽ പോവുകയില്ല, അവരുടെ കൂട്ടത്തിൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് അങ്ങനെയാണല്ലോ വേണ്ടത്. നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ സംരക്ഷണത്തിലായിരിക്കും കുട്ടി. അതിന് ഞാൻ റെഡിയാണ് സാറേ. ഒരു പ്രശ്നമില്ല എനിക്ക്. ഞാൻ അവരെ ചതിച്ചതല്ല, അവർ വീട്ടുകാരെയും ചതിക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ നാട്ടിലുള്ളവരെ ഈ പേരും പറഞ്ഞ് ഞാൻ ഓടി നടന്ന് പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിലുള്ളവരെ എൻ്റെ വീട്ടുകാരെ നാണം കിട്ടാൻ ഞാൻ തയ്യാറല്ല. ശരിയാ, ഇതിങ്ങനെ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടുപോയി അതിൻ്റെ പരിഹാരത്തിന് ഞാൻ തന്നെ കണ്ടെത്തണം ഇല്ലേ. 10 വർഷത്തോളം ദുബായിലെ എത്തിസലാത്തിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര സ്വദേശി ബാലകൃഷ്ണൻ കഴിഞ്ഞ 12 വർഷമായി നാട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല. എത്തിസലാത്തിലെ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം അജ്മനിൽ തന്നെയുണ്ട് എന്നുള്ള വിവരം മാത്രമേ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളൂ. വീടുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും നാട്ടിലേക്ക് വരാൻ കൂട്ടാക്കുന്നുമില്ല. എന്നാൽ അതിനുള്ള കാരണവും വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇന്ന് ഭാര്യ ഷീനയും 2 പെൺകുട്ടികളും ഇതിനുത്തരം തേടിയാണ് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തങ്ങളുടെ അച്ഛനെ കാണണമെന്ന അതിയായ ആഗ്രഹവും ഈ പെൺമക്കൾക്കുണ്ട്. ചോദിച്ചറിയാം ഷീനയോട് കൂടുതൽ. എത്ര വർഷമായി നാട്ടിൽ വന്നിട്ട്? 10 വർഷം. നിങ്ങളായിട്ട് സ്വരച്ചേർച്ചല്ലായി കണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ 1 വർഷം അവിടെ നിന്നതാ. 7 വർഷം അവിടെ ഉണ്ടായിരുന്നു. 1 വർഷം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം കൊല്ലത്തിൽ വരും, 1 മാസത്തെ ലീവിന് ഇവിടെ വരും. ഇസ്ലാറ്റില് ജോലിയുള്ള സമയത്ത്. ഇപ്പൊ എത്തിസലാത്തിൽ തന്നെയല്ലേ? അല്ലല്ല, ഇപ്പൊ അത് നഷ്ടപ്പെട്ടവരെ ഇപ്പം ജോലി എടുക്കുന്നത്. ചെറുതായിട്ടെല്ലാം എപ്പോഴും പണി ഉണ്ടാവില്ല. നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടാ? ഇല്ല, സ്വന്തമായിട്ട് വീടില്ല. ഇപ്പൊ വീടില്ല? ഇല്ല. വാടകയ്ക്ക് താമസിക്കുന്നത്? ഭർത്താവിന്റെ വീടുണ്ട്. ഭർത്താവിന്റെ വീട്ടിലാണ്? കുടുംബ വീടാണ്. അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ നിങ്ങളടുത്താണല്ലോ? അവിടെ വിട്ടു പോകുന്നു? വിട്ടിട്ടില്ല. അല്ല, അതായത് ഇപ്പൊ നിങ്ങളുടെ അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. ഈ മക്കൾ എത്രല്ല പഠിക്കുന്നത്? മൂത്താള് +1, ഇളയാള് 9. വിളിക്കുമ്പോ ഫോൺ എടുക്കാറുണ്ടോ? എന്താ പറയുന്നത്? അടുത്തന്നെ വരും എന്ന് പറഞ്ഞ് ഈ 2 ആഴ്ച പറയൂ, 2 ആഴ്ച കൊണ്ട് വരൂ, അല്ലെ 1 മാസം കൊണ്ട് വരൂ. ഇങ്ങനെ ഓരോരോ കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാ. മക്കളെ കാണണമെന്നുള്ള പറയും, പക്ഷെ എനിക്ക് വരാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. എന്താ തെളിയിച്ചിട്ട് പറയുന്നില്ല. പൈസയുടെ പ്രശ്നം എന്താന്ന് തെളിയിച്ച് പറയുന്നില്ല. ഇല്ല, മദ്യം ഇതുവരെ എന്തില്ല. വേറെ വല്ല വിഷയങ്ങളുള്ള ആളാണ്? ഒന്നുമില്ല. കുടുംബം നോക്കണ ആളാണ്? ഇതുവരെ നോക്കിയതാ, പക്ഷെ ഇപ്പം കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പൈസ അതാണ് കാരണം. വേറെ ഇതൊന്നുമില്ല അല്ലേ? പൈസന്റെ ബുദ്ധിമുട്ടുണ്ട്. ആരും വിളിക്കുകയില്ല. എന്നോട് ഇങ്ങനെ പറയും. ഷീനയുടെ ബ്രദറാണ്. അങ്ങോട്ട് കാശ് അയച്ചു കൊടുത്തിരുന്നില്ലേ ഇവരൊക്കെ? അങ്ങോട്ട് എത്രത്തോളം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു? അപ്പൊ അത് അങ്ങനെ തന്നെ പിന്നെ ഒന്നുമില്ല. ഇതിപ്പോ കുറെ 5 വർഷത്തിന്റെ മേലെയായി. ഇങ്ങോട്ടേക്കൊന്നും അയച്ചു തരുന്നില്ലല്ലോ? ഉണ്ടോ? ഇങ്ങോട്ടേക്ക് ഇവരെന്ത് കുറച്ച് പൈസ ഇപ്പം 6 മാസം കൂടുമ്പോൾ ഒരിക്കൽ കുറച്ച് പൈസ മക്കൾക്ക് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് അയച്ചു തരും. അവിടുന്ന് നമ്മള് കുടുംബത്തിലുള്ള ആളുകളുണ്ട്, പലതും അവരോടെല്ലാം ഒക്കെ പറഞ്ഞു വരുന്നത്. കുറച്ച് പൈസയും കൊണ്ടുപോയി നോക്കി. എന്നിട്ട് മൂപ്പർ പറഞ്ഞ് ബാങ്കിൽ ഇട്ടേക്കുന്നു. അത് തന്നെ. എന്നാലും വരാൻ തീരെ താല്പര്യപ്പെട്ടില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നിങ്ങൾ പറ. നിങ്ങൾ വ്യത്യാസം ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ട്? എന്തോ ഉണ്ട് അല്ലേ? നമുക്ക് അങ്ങനെ വിവരം കിട്ടുന്നില്ല. അതാണ് നമുക്കൊന്നും പറഞ്ഞുകൂടാലോ. ക്ലിയർ ആയിട്ടൊന്നും പറയൂല. തുറന്ന് പറയാൻ എന്നോട് പറയാന്നറിയാം. ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അവിടെ വേറെ കല്യാണം ഇല്ല സാർ, ഒന്നും അറിയുന്നില്ല. കണ്ട ആളുകളെ അടുത്ത് പോയിട്ട് ചെയ്തറിയാൻ പറ്റൂല. ഇപ്പൊ അജ്മാനിലൊക്കെ നമുക്കൊരാൾ വടകരക്കാരൊക്കെ കല്യാണം കഴിക്കുകയോ വേറെ ബന്ധങ്ങളുണ്ടെങ്കിലോ ഒക്കെ അറിയില്ല. അതാണോ കാരണം? അജ്മാനില് കഷ്ടപ്പാടുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയതല്ല. അയാൾക്ക് ജോലിയില്ല, നിങ്ങൾ അതാക്കാൻ അങ്ങനെ. അല്ല, അങ്ങനെ ചിലവര് ചെയ്യാത്തവരുണ്ടാവും. അത് നോക്കിയിട്ട് കാര്യമില്ല.
നിങ്ങളോടൊക്കെ സ്നേഹം ഉണ്ടായിരുന്ന ആളല്ലേ? അച്ഛനൊക്കെ വലിയ ഇഷ്ടമല്ലേ നിങ്ങളോട്? ഇപ്പോഴും വിളിക്കാറൊക്കെ അല്ലേ? LKG പഠിക്കുമ്പോൾ പോയതാ, രണ്ടാളും UKG LKG പഠിക്കുന്ന സമയത്ത്. ഞാൻ എന്തായാലും കൂടുതൽ ചോദിച്ച് സംഗതികൾ ഒരു കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നില്ല. ബാലകൃഷ്ണനെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ്. ബാലകൃഷ്ണൻ, ഞാൻ ഇതിൻ്റെ ഒരു വിശദാംശത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കൂടുതൽ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, കാര്യത്തിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ബാലകൃഷ്ണനിൽ. പ്രത്യേകിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന 2 പെൺകുട്ടികളായി. പെൺകുട്ടികളുള്ളവരോട് പ്രത്യേകിച്ച് മാതാവായാലും പിതാവായാലും അവരെ പോറ്റി വളർത്തുക എന്ന് പറഞ്ഞ വലിയ ഉത്തരവാദിത്തമാണ്. ഇത് ഇനിയും ബാക്കി കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും ബാലകൃഷ്ണനെ പോലുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മക്കളെ നിങ്ങൾ കാണണപ്പോൾ 10-12 വർഷം മുമ്പ് കണ്ടവരാണ് ഇവർ. 10 വർഷമായി അവർ വളർന്നിരിക്കുന്നു. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടണം, അവർ നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുക. ജീവിതം എന്നൊക്കെ പറയുന്നത് അതല്ലേ, ചെറിയ കാര്യങ്ങൾക്കൊക്കെ വാശി പിടിക്കാതെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തമ്മിൽ പരിഹരിച്ച് പോവുക. മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ അതല്ലേ. ഒരിക്കലും നമ്മൾ കാര്യങ്ങൾ അങ്ങനെയല്ലേ കാണേണ്ടത്. ബാലകൃഷ്ണൻ അങ്ങനെ കാണണമെന്നാണ്. ബാലകൃഷ്ണനെ അറിയുന്ന സുഹൃത്തുക്കളൊക്കെ ഇതിൽ ഇടപെടണം. ബാലകൃഷ്ണനെ കഴിയുന്നതും നാട്ടിലുമായി ബന്ധിപ്പിച്ച് നിർത്തുന്ന പുതിയ ഒരു വഴി ഉണ്ടാക്കണം. നാട്ടിൽ വരണം, കുട്ടികളെ കാണണം. കുട്ടികൾ അടുത്ത് വരുമ്പോൾ ഈ സങ്കടങ്ങളൊക്കെ തീരും. നിങ്ങൾ എന്ത് പ്രശ്നം നോക്കി ഇരിക്കണ നോക്കി മിടുക്കികളായ 2 മക്കൾ, ഒരു സംശയവും വേണ്ട. അവരൊക്കെ ഉയർന്ന നിലയിലെത്തും. ബാലകൃഷ്ണൻ്റെ ഇന്ന് കാണുന്ന ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ഒക്കെ പോവും, സംശയമില്ല. അതുകൊണ്ട് പ്രവാസ ലോകം പ്രവർത്തകർ ബാലകൃഷ്ണനെ കാണണം, ന്യായമായി സംസാരിക്കണം. ഇത് മറ്റുള്ളവരുടെ ചവിട്ടിലൊന്നും എത്തിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ കഷ്ടപ്പാട് കൊണ്ട് വീട്ടിലേക്ക് അയക്കാത്തതാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിരിക്കുന്നു. അതുപോലെ അവരൊന്നും അതൊക്കെ തന്നെ പറയുന്നുള്ളൂ. നിങ്ങൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വഴക്കൂടി പോകാനൊക്കെ എളുപ്പമായിരിക്കുന്നു. ഈ മക്കളെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയോ ബാലകൃഷ്ണ. ഇവർ പഠിച്ചു വലുതാകുമ്പോൾ ഇവരെ വിവാഹാലോചന അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയൂ ഈ അമ്മ, മക്കളും കുടുംബവും? അതല്ലേ പ്രധാന വിഷയം. നല്ല ബന്ധുത കിട്ടുമോ മക്കൾക്ക്? വിദ്യാഭ്യാസം കിട്ടുമോ? ഒന്നും കിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരിഗണിക്കണം. മനുഷ്യ ജീവിതത്തിൽ കുടുംബമാകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ബാലകൃഷ്ണൻ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. അതിന് പ്രവാസ ലോകം പ്രവർത്തകർ, അതിൻ്റെ അഭ്യുദയകാംക്ഷികൾ ഒക്കെ ബാലകൃഷ്ണനെ കണ്ട് സംസാരിക്കണം. സൽബുദ്ധി ഉണ്ടാവണം. നേർവഴിയിലേക്ക് വരാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാകണം. മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, നാടിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, നമ്മൾ വളർന്ന പരിസരങ്ങളെ ഓർത്ത് ബാലകൃഷ്ണൻ തിരിച്ചു വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്. വിദേശത്ത് തൊഴിൽ തേടി പോകുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജോബ് കോൺട്രാക്ട്, ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം, ഡ്യൂട്ടിയുടെ സ്വഭാവം, സാലറി, ആനുകൂല്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഒരു വിദേശ യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങാവൂ. ഈ വീഡിയോ ശ്രദ്ധിക്കൂ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കൂ. വിദേശത്തേക്ക് ജോലി തേടി പോകും മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത പല അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. മാനസികമായി അതിന് തയ്യാറെടുക്കുക. കാരണം വിദേശം മറ്റൊരു ലോകമാണ്. യഥാർത്ഥ യാത്രാരേഖകളുമായി മാത്രം യാത്ര ചെയ്യുക. കൃത്രിമ രേഖകൾ നിങ്ങളെ അപകടത്തിലെത്തിച്ചേക്കാം. തൊഴിലുടമ്പടി അഥവാ ജോബ് കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തനിക്ക് ദോഷകരമല്ലെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. ചെയ്യേണ്ടുന്ന ജോലിയുടെ സ്വഭാവം, രീതികൾ, ഡ്യൂട്ടി സമയം, ഓവർ ടൈം, വേതന വ്യവസ്ഥകൾ, വിശ്രമ സമയം, ലീവ്, ജോലി സുരക്ഷ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് തങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് എന്ന് ബോധ്യപ്പെടണം. നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ പ്രവാസ ലോകം പ്രവർത്തകരെ ബന്ധപ്പെടാൻ മറക്കരുത്. ഗൾഫിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എംബസി നമ്പറുകൾ ഇവയാണ്.
ബാലകൃഷ്ണന് നാട്ടിലേക്ക് വരുവാൻ എന്താണ് തടസ്സം? താങ്കളുടെ എത്ര വലിയ പ്രശ്നം തന്നെയായാലും അതൊക്കെ കൈകാര്യം ചെയ്യാൻ പ്രവാസലോകം സന്നദ്ധരാണ്. ഇന്ന് പ്രവാസലോകത്തെ തേടി ഷീന എത്തിയിരിക്കുന്നതും കഴിഞ്ഞ 12.5 വർഷമായി താങ്കൾ കണ്ടിട്ടില്ലാത്ത താങ്കളുടെ 2 പെൺകുട്ടികളെ കാണിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശവുമായാണ്. അവരെ പോലെ തന്നെ ബാലകൃഷ്ണന്റെ തിരിച്ചുവരവ് മാത്രമാണ് ഞങ്ങളുടെയും ഏറ്റവും വലിയ ആഗ്രഹം. ഈ ആഴ്ചയിലെ പ്രവാസലോകം ഈ പ്രാർത്ഥനയോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.